അയ്യോ! ഈ കൂണ് വിരിഞ്ഞല്ലോ. വിരിഞ്ഞ കൂണ് കഴിക്കാമോ? കഴിക്കാൻ പറ്റുന്ന കൂണുകളെ എങ്ങനെ തിരിച്ചറിയാം? അപ്പോ ആദ്യം തന്നെ പറയട്ടെ, വിരിഞ്ഞ കൂണുകള് കഴിക്കാൻ പറ്റുന്നത് തന്നെയാണ്. കൂണ് പലതരത്തിലുണ്ട്. മനുഷ്യന് ഭക്ഷ്യയോഗ്യമായതൊന്ന്, ഭക്ഷ്യയോഗ്യമല്ലാത്തത് വേറൊന്ന്. പക്ഷേ ഇതെല്ലാം എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് ഈ വീഡിയോയിൽ നമുക്ക് കാണാം. മുട്ടായി നിന്ന ആ കൂണുകള് വിരിഞ്ഞു എന്ന് വിചാരിച്ച് അത് കഴിക്കാൻ പറ്റില്ല എന്നൊന്നുമില്ല ട്ടോ. പക്ഷേ വിരിഞ്ഞ കൂണില് പുഴു വരാനും ഇൻസെക്ട്സ് അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസസ് ഏറെയാണ്. അപ്പോ വിരിഞ്ഞ കൂണുകളെ എപ്പോഴെങ്കിലും കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കൂണുകൾ വിരിയുകയും ഇൻസെക്ട്സ് ഒന്നും അറ്റാക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും അത് ഭക്ഷ്യയോഗ്യമായിട്ടുള്ള കൂണുകൾ തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ, വിരിഞ്ഞ കൂണിനേക്കാളും അതിന്റെ മുട്ട് കഴിക്കുന്നതാണ് ട്ടോ കുറച്ചും കൂടി ടേസ്റ്റ്. അപ്പോ വിരിഞ്ഞ കൂണുകൾ കഴിക്കാവോ എന്നുള്ള സംശയത്തിന് ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. സെക്കൻഡ്ലി നിങ്ങൾ ചോദിച്ച കാര്യം എങ്ങനെ നമുക്ക് എഡിബിൾ ആയിട്ടുള്ള മഷ്റൂംസ് ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ളത് വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ്. കൂണുകളെല്ലാം കളക്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് മിനിമം ഒരു 1 അവർ ഈ മഷ്റൂം എല്ലാം മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെക്കുക. നമ്മൾ പറഞ്ഞ ഈ 1 അവറിന് ശേഷം മഷ്റൂംസ് എല്ലാം ഒരു ബ്ലാക്ക് ഷെയ്ഡിലേക്കോ വയലറ്റോ അല്ലെങ്കിൽ ഒരു മഷി നിറത്തിലേക്കോ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നമുക്ക് എഡിബിൾ ആയിട്ടുള്ള മഷ്റൂംസ് അല്ല. ആ നിറം മാറിയതിന്റെ അർത്ഥം മഷ്റൂംസ് എല്ലാം ടോക്സിക് ആണ് എന്നുള്ളതാണ്. അതേസമയം ഈ മഷ്റൂംസ് എല്ലാം നിറം മാറാതെ അതേ കളറിൽ തന്നെയാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് എഡിബിൾ ആയിട്ടുള്ള മഷ്റൂംസ് ആണ്. മഷ്റൂംസ് ഞാൻ ഇതുവരെ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളതൊക്കെയാണ് ഞാൻ കഴിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ടൈം ആണ് ഡയറക്ട്ലി നേച്ചറിൽ നിന്ന് കിട്ടുന്ന മഷ്റൂം ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്നെ പേഴ്സണലി അറിയാവുന്ന ആൾക്കാരെല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഇതെല്ലാം നിനക്ക് എങ്ങനെ അറിയാമെന്നാണ്. ഇതൊന്നും എനിക്ക് അറിയാവുന്ന കാര്യമേ അല്ലായിരുന്നു. ഒരിക്കലും ഇത് അറിയാൻ പറ്റുമെന്ന് വിചാരിച്ചതും അല്ല. പക്ഷേ എനിക്ക് ഈ ചോദിച്ച ആൾക്കാരുടെ അടുത്തൊക്കെ എനിക്ക് കൊടുക്കാനുള്ള റിപ്ലൈ ഇതാണ്: ദോസ് ആർ ലൈഫ് ലെസൺസ്. അതുകൊണ്ട് തന്നെയാണ് വീഡിയോന്റെ കണ്ടന്റ് മഷ്റൂം ആണെങ്കിലും ടൈറ്റിൽ ഞാൻ ലൈഫ് ലെസൺസ് എന്ന് കൊടുത്തത്. അങ്ങനെ നമ്മളുടെ ഓരോ ലൈഫ് ലെസൺസിൽ നമ്മൾ ഗൈഡ് ചെയ്യാനായിട്ട് ഓരോരുത്തരുണ്ടാവും. പലരെ സംബന്ധിച്ച് അത് അവരുടെ പാരന്റ്സ് ആയിരിക്കാം, മേ ബി ടീച്ചേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ മെച്ചുവേർഡ് ആയിട്ടുള്ള ഗ്രാൻഡ് പാരന്റ്സ് ആയിരിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മളുടെ ടീച്ചേഴ്സ്, ദെൻ മൈ പാരന്റ്സ്, പിന്നെ പാരന്റ്സിന്റെ സിബ്ലിങ്സ്. ഇപ്പോൾ പുതിയതായിട്ട് ഒരാളെയും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. വേറെ ആരുമല്ല, എൻ്റെ ഹസ്ബൻഡിന്റെ അമ്മ. നമുക്ക് എല്ലാ കാര്യങ്ങളും അതിൻ്റെതായ പൂർണ്ണതയിൽ അറിയണം എന്നുണ്ടാവില്ല. പക്ഷേ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഗൈഡൻസിനും സപ്പോർട്ടിനായിട്ട് ഞാനിപ്പോൾ ഓടി ചെല്ലുന്ന ആൾക്കാർ ഇവരൊക്കെ തന്നെയാണ്. എനിക്കറിയാം ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നി മാറിയെന്ന്. പക്ഷേ ഞാൻ പറയാൻ ശ്രമിക്കുന്ന കാര്യം ഇതാണ്: കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ അറിയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നാടിന്റെ പൈതൃകം നമുക്ക് ഇതുപോലെ തന്നെ കാത്തു സൂക്ഷിക്കാനൊക്കെ പറ്റുമല്ലേ. അപ്പോൾ വർത്താനം പറഞ്ഞു നിന്ന നേരം കൊണ്ട് മഷ്റൂംസ് എല്ലാം ക്ലീൻ ചെയ്ത് ടോക്സിക് ഒന്നും ഇല്ലാന്ന് ഞാൻ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. എനിവേ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.